വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ആട്ട കുഴയ്ക്കുക, അതുപോലെ തന്നെ ഉള്ളിയുടെ തൊലി പൊളിക്കുക, വറുക്കുക, പൊരിക്കുക, മറിച്ചിടുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കിച്ചണിൽ നടക്കാറുണ്ട് അല്ലേ. ഇതിനൊക്കെ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നത്? ആരെങ്കിലും ഒന്ന് എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ ഹിന്ദി വേർഡ്സ് ഉണ്ടല്ലോ. അപ്പം ഇതെങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഒരു ഏരിയയിൽ, നമ്മുടെ കിച്ചൺ ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ശരി. ആദ്യം തന്നെ നമ്മൾ കുക്ക് ചെയ്യുക അല്ലേ, കുക്ക് ചെയ്യുക, പാകം ചെയ്യുക. ആ വാക്ക് ഹിന്ദിയിൽ പക്കാന എന്നാണ്. പക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ പറയാണ് സബ്സെ പേലെ പ്യാജ് കോ പക്കായേ. സബ്സെ പേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം, എല്ലാത്തിനും മുമ്പ് പ്യാജ് എന്ന് പറഞ്ഞാൽ ഒനിയൻ. ഒനിയനെ നമ്മൾ വഴറ്റുമല്ലോ, ഒനിയൻ വഴറ്റുമല്ലോ, അതാണ് കേട്ടോ സബ്സെ പേലെ പ്യാജ് കോ പക്കായി. ഇനി അടുത്തൊരു വാക്കാണ് ഉബാൽന. ഉബാൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളപ്പിക്കുക. പാനി അച്ചേസെ ഉബാൽക്കർ പീനാഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായി തിളപ്പിച്ച് കുടിക്കണം. പാനി അച്ചേസെ ഉബാൽക്കർ പീനാഹെ, അതാണ്. ഇനി അതുപോലെ തന്നെ ബിഗോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുതിർക്കില്ലയോ, നമ്മൾ ദോശയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കില്ലയോ, കുതിർക്കുന്നതിനെ പറയുന്നത് ബിഗോന എന്നാണ്. ഇപ്പൊ നമ്മൾ പറയണ ചാവൽക്കോ രാത്ത് ഭർ ബിഗോക്കെ രഖ് ദേ. ചാവൽക്കോ എന്ന് പറഞ്ഞാൽ അരി, ചാവൽ എന്ന് പറഞ്ഞാൽ അരി. അരി രാത്ത് ഭർ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ. പാനിമേ ബിഗോക്കെ രഖ് ദേ, വെള്ളത്തില് കുതിർത്ത് വെക്കി എന്നാണ് കേട്ടോ. ഇനിയാണ് ചതക്കിണേന് എന്താ പറയാ? കൂട്ടിന എന്ന് പറഞ്ഞാൽ ചതക്കുക. ഇപ്പൊ നമ്മൾ പറയില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതക്കി എന്ന് പറയില്ലേ, അദ്രക് എന്നാണ് ഇഞ്ചിനെ പറയണേ. ലസൂൺ എന്നാണ് വെളുത്തുള്ളിനെ പറയണേ. അദ്രക് ഓർ ലസൂൺ അച്ചേസെ കൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചതക്കൂ എന്നാണ് കൂട്ടിന. ഓക്കെ, ഇനി എന്താണ്? ചായ അരിക്കുക എന്ന് പറയുന്നതിന് ചാന്ന എന്നാണ്. ചായക്കോ ചാല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ അരിക്കുക എന്നാണ്. ചാന്ന, അരിക്കുക. ഓക്കെ, ശരി. അടുത്തത് ചീൽന എന്ന് പറയുന്നത് എന്താന്ന് പറയുക? നമ്മൾ പീലയില് ഉള്ളിയൊക്കെ തൊലി കളയുക, അല്ലെങ്കിൽ ഇപ്പോൾ മേ ആലു ചീൽ റഹാഹും എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാറ്റോ. ഓക്കെ, ആലു ചീൽ റഹാഹും എന്ന് പറഞ്ഞാൽ അതിന്റെ തൊലി കളയുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, തൊലി കളയുക, പീൽ ചെയ്യുക, അതിനെയാണ് ചീൽന എന്ന് പറയുന്നത്. ഇനിയിപ്പോ ചിൽക്ക ഇപ്പൊ നമ്മൾ പഴത്തിന്റെ ഒക്കെ തൊലിയില്ലേ, അല്ലെങ്കിൽ എന്തിന്റെ തൊലിനെ പറയുന്നത് ചിൽക്ക എന്നാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണം. ചിൽക്ക എന്ന് പറഞ്ഞാൽ തൊലി, ചീൽന എന്ന് പറഞ്ഞാൽ തൊലി കളയുക. ഓക്കെ, ശരി. ഇനി എന്താണ് പീസ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്കുക എന്നും അരയ്ക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ദോശക്കൊക്കെ അരയ്ക്കില്ലയോ, അതിനെ പറയുന്നത് പീസ്ന എന്നാണ്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടിക്കുക, ഗഹു പീസ്നാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിക്കണം. ഗഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. അപ്പൊ പൊടിക്കുക എന്ന് പറയുമ്പോഴും എന്താ പറയുന്നത്? പീസ്ന എന്നാണ്. അരയ്ക്കുക എന്ന് പറയുമ്പോഴും പീസ്ന എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്യില്ലേ, വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യുന്നതിന് കാട്ട്ന എന്നാ പറയാം. കാട്ട്ന എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, മുറിക്കുക. മേ സബ്ജി കാട്ട് രഹി ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ. ഓക്കെ, സബ്ജി കാട്ട് രഹി ഹൂം എന്ന് പറഞ്ഞാൽ ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗൂന്തിന ഇപ്പൊ നമ്മള് ചപ്പാത്തിക്ക് കുഴക്കില്ലേ, ചപ്പാത്തിക്ക് കുഴക്കണമെങ്കിൽ പറയുന്നത് ഗൂന്തിന എന്നാണ്. ഗൂന്തിന എന്ന് പറഞ്ഞാൽ കുഴയ്ക്കുക കേട്ടോ. ചപ്പാത്തിക്ക് കുഴയ്ക്കൂ, ആട്ട ഗുന്തോ എന്ന് പറയാം. ആട്ട ഗുന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴയ്ക്കൂ എന്നുള്ള അർത്ഥമാണ്. ചപ്പാത്തി കുഴയ്ക്കൂ എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നോർത്തിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരും. ആ വീർക്കുന്നതിനെ പറയുന്നത് ഫൂൽന എന്നാണ്. ഫൂൽന. ഓക്കെ, വീർക്കുക. ശരി. ഇനി ഒരു വാക്കാണ് ബൂന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോ റോസ്റ്റ് ചെയ്ത ചിക്കൻ, ബൂന ഹുവ ചിക്കൻ, അതാണ് റോസ്റ്റ് ചെയ്ത ചിക്കൻ കേട്ടോ. അപ്പൊ ബൂന്ന എന്നുള്ള വാക്കിനർത്ഥം റോസ്റ്റ് ചെയ്യുക എന്നാണ്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ തൽന, ബൂന്ന എന്നും പറയും, അതുപോലെ തന്നെ തൽന എന്നും പറയും. തൽന എന്ന് കേട്ടാല് ഫ്രൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ,
ഇനി ഇനി നമ്മൾ എന്താ പറയാ പാകം ചെയ്യുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് മിലാന. മിലാന എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക. നമ്മൾ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്യില്ലേ, മിക്സ് ചെയ്യുക എന്ന് പറയുന്നതിന് മിലാന എന്നാ പറയാ കേട്ടോ. ഇപ്പൊ നമ്മള് എല്ലാ മസാലയും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുന്ന പറയും. എങ്ങനെയാണ്? സബി മസാലോക്കോ ഏക് സാത്ത് മിലാവോ. സബി മസാലോക്കോ, സബി എന്ന് പറഞ്ഞാൽ എല്ലാ കേട്ടോ, മസാലോക്കോ ഏക് സാത്ത് ഒരുമിച്ചിട്ടിട്ട് മിലാന. മിലാന എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറയില്ലേ, ഇളക്കി കൊടുക്കണം. ഹിലാന, അത് മിലാന, ഇത് ഹിലാന. ഹിലാന എന്ന് പറഞ്ഞാൽ ഇളക്കുക കേട്ടോ. അപ്പോ ബീച്ച് ബീച്ച് മേ, ഇടയ്ക്കിടയ്ക്ക്, ബീച്ച് ബീച്ച് മേ ഹിലാന ഹെ, ഇളക്കണം. ബീച്ച് ബീച്ച് മേ ഹിലാന ഹെ. മനസ്സിലായോ? ശരി. ഇനി അടുത്തൊരു വാക്കാണ് പളട്ന. പളട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിച്ചിടുക. നമ്മൾ ചപ്പാത്തിയൊക്കെ മറിച്ചിടില്ലേ, മറിച്ചിടുക എന്ന് പറയുന്നതിന് പളട്ന. ഇപ്പൊ നമ്മൾ വീട്ടിൽ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ട് വേവിക്കണം എന്ന് പറയില്ലേ, അതെങ്ങനെയാ പറയാ? ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് പളട്ടുക. ഓക്കെ. एक तरफ से भूनने के बाद, एक तरफ से എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ്, ഭൂനने के बाद റോസ്റ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഫ്രൈ ആയതിനു ശേഷം, പളട്കർ മറിച്ചിട്ട് പക്കാ ലീജിയെ വേവിക്കൂ, അതാണ് കേട്ടോ. एक तरफ से भूनने के बाद पलटकर पका लीजिए. പളട്ന മറിച്ചിടുക. ഓക്കെ. ഇനി നാരങ്ങ പിഴിയുക. നാരങ്ങ പിഴിയുക. അപ്പൊ പിഴിയുക എന്ന വാക്കിന് നിച്ചോടുന എന്ന് പറയാം കേട്ടോ. നിച്ചോടുന, പിഴിയുക. ഇപ്പൊ നിമ്പു നിച്ചോടുന എന്ന് പറഞ്ഞാൽ നാരങ്ങ പിഴിയുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചിടക്കന. ചിടക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യില്ലേ, ഇപ്പോ ചൂട് തവയമേ ദോശയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യും അല്ലെ, വെള്ളം തളിക്കുക, അതാണ് കേട്ടോ ചിടക്കന. ഇപ്പൊ പറയാണ് ഗരം തവാപ്പർ തൊട പാനി ചിടക്കേ. ഗരം തവാപ്പർ, ഗരം എന്ന് പറഞ്ഞാൽ ചൂട്, ചൂട് തവയുടെ മുകളില് എന്ത് വേണം? തൊട പാനി ചിടക്കേ, കുറച്ച് പാനി തളിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ചാവൽ പർ തൊട നമക് ചിടക്കേ എന്ന് പറഞ്ഞാലും, ചാവൽ പർ എന്ന് വെച്ചാൽ ചോറിൽ കുറച്ച് ഉപ്പ് തളിക്കൂ എന്നാണ് കേട്ടോ. തൊട നമക് ചിടക്കേ. ഓക്കെ. അപ്പൊ ചിടക്കന എന്ന് പറഞ്ഞാൽ തളിക്കുക, സ്പ്രിങ്കിൾ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ. ഇനി ഒരു വേർഡാണ് നമ്മള് പൊട്ടാറ്റോ മാഷ് ചെയ്യില്ലേ, അതിനെ പറയുന്നത് മാഷ് ചെയ്യാന്ന് പറയുന്നതിന് മസൽന എന്നാണ്. മസൽന എന്ന് വെച്ചാൽ മാഷ് ചെയ്യുക. ഓക്കെ. ശരി. എത്ര പേര് നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളെല്ലാം കേട്ടിട്ടുണ്ടാവും? എനിക്കൊന്ന് കമന്റ് ചെയ്യും കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ കിച്ചന്റെ അടുത്ത് നടക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഹിന്ദിയിൽ പഠിച്ചത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ചെയ്തേക്കണം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.